വിൻഡ് മില്ലുകൾ നിർമ്മിക്കുന്നതിന്റെ പ്രധാന ഘട്ടങ്ങളാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കാൻ പോകുന്നത്. കടലിൽ നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ കാറ്റാടി ഫാം, ഓഫ്ഷോർ വിൻഡ് ഫാം, ഡെൻമാർക്കിലെ വിൻഡെബി വെറും 30 വർഷം മുമ്പാണ് പ്രവർത്തനം ആരംഭിച്ചത്. അത് വിപ്ലവകരമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അന്നുമുതൽ ഉയരമുള്ള ടവറുകളും കൂടുതൽ വലിയ കാറ്റാടി ഫാമുകളുമായി ഈ അത്ഭുത സാങ്കേതികവിദ്യ കൂടുതൽ കരുത്തുനേടി. ചില കാറ്റാടിയന്ത്രങ്ങൾ കരയിലാണ് നിർമ്മിക്കുന്നത്, മറ്റു ചിലത് കടലിലും. ഇന്ന് നമ്മൾ രണ്ടിനെയും കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കും, താഴെ നിന്ന് തുടങ്ങി മുകളിലേക്ക്. കരയിലെ കാറ്റാടിയന്ത്രങ്ങൾ സാധാരണയായി വലിയ കോൺക്രീറ്റ് തറകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. സ്ഥലത്തിന്റെ സ്വഭാവമനുസരിച്ച് ഈ തറകൾ പലതരത്തിലാകാം. ഉദാഹരണത്തിന് ഷാലോ മാറ്റ് എക്സ്റ്റൻഷൻ എന്ന് വിളിക്കപ്പെടുന്ന ഇത് അടിസ്ഥാനപരമായി കോൺക്രീറ്റ് കൊണ്ട് നിർമ്മിച്ച ഒരു കൂറ്റൻ ഡിസ്കാണ്. ഇത് പരിസ്ഥിതിക്ക് അത്ര അനുയോജ്യമല്ല, ഒപ്പം ഒരുപാട് മണ്ണെടുക്കുകയും വേണം. എന്നാൽ ഇത് വളരെ ശക്തവും ദൃഢവുമാണ്. അല്ലെങ്കിൽ റിബിഡ് ബീം ഫൗണ്ടേഷൻ കൂടുതൽ ഭംഗിയുള്ളതും കുറഞ്ഞ മെറ്റീരിയലുകൾ ഉപയോഗിക്കുന്നതുമാണ്, എന്നാൽ ഇത് കൂടുതൽ സങ്കീർണവും നിർമ്മിക്കാൻ പ്രയാസമുള്ളതുമാണ്. മറ്റൊരു രീതിയായ അപ്ലിഫ്റ്റ് ആങ്കേഴ്സ് കാറ്റാടിയന്ത്രത്തെ താങ്ങി നിർത്താൻ ചുറ്റുമുള്ള പാറകളുടെ കരുത്തിനെയാണ് ആശ്രയിക്കുന്നത്. എന്നാൽ ചില പ്രത്യേക ഭൂപ്രകൃതിയിൽ മാത്രമേ ഇത് ഉപകാരപ്പെടൂ. മണ്ണിന്റെ ദൃഢത കുറഞ്ഞ സ്ഥലങ്ങളിൽ ഒരു കാറ്റാടിയന്ത്രത്തിന് 100ഓളം നീളമുള്ള ലോഹത്തൂണുകൾ ഭൂമിക്കടിയിലേക്ക് ആഴ്ത്തിയിറക്കുന്നു. അടിസ്ഥാനപരമായി ഈ തറകളുടെ പ്രധാന ജോലി എഞ്ചിനീയർമാർ ഓവർടേണിംഗ് മൊമെന്റ് എന്ന് വിളിക്കുന്ന പ്രതിഭാസത്തെ തരണം ചെയ്യുക എന്നതാണ്. ലളിതമായി പറഞ്ഞാൽ ടവർ മറിഞ്ഞു വീഴാതെ തടയുക. സിമന്റ് മിശ്രിതം നിറയ്ക്കുന്ന ഈ ട്രാൻസിഷണൽ പീസിന്റെ മറ്റൊരു പ്രധാന ജോലി കാറ്റാടിയന്ത്രം നേരെ നിൽക്കാൻ സഹായിക്കുക എന്നതാണ്. അടിത്തറ സജ്ജമായി കഴിഞ്ഞാൽ ടവർ നിർമ്മിക്കാനുള്ള സമയമായി. ഫാക്ടറിയിൽ വെച്ച് വളച്ചെടുത്ത് വെൽഡ് ചെയ്ത 8 മീറ്റർ വരെ വ്യാസമുള്ള വലിയ സ്റ്റീൽ ഷീറ്റുകൾ ഭാഗങ്ങളായാണ് നിർമ്മാണ സ്ഥലത്ത് എത്തിക്കുന്നത്. ടവർ മുഴുവനായി ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയില്ല എന്നതിനാൽ നിർമ്മാണ സ്ഥലത്ത് വച്ച് ഓരോ ഭാഗങ്ങളായി അടുക്കി വയ്ക്കുകയാണ് ചെയ്യുന്നത്. ക്രെയിൻ ഉപയോഗിച്ച് ഓരോ ഭാഗമായി മുകളിലേക്ക് ഉയർത്തിവെച്ച് ടവർ നിർമ്മിക്കുന്നു. ഭൂനിരപ്പിൽ നിന്നും 30 മീറ്റർ മുകളിലുള്ള കാറ്റിന്റെ മികച്ച ഒഴുക്കുള്ള ഭാഗത്തേക്ക് കാറ്റാടിയന്ത്രത്തെ എത്തിക്കുക എന്നതാണ് ടവറിന്റെ ജോലി. ഇവിടെ കാറ്റിന്റെ തടസ്സങ്ങൾ കുറവായിരിക്കും. കാറ്റുള്ള സ്ഥലങ്ങളിൽ കേവലം മില്ലിമീറ്ററുകളുടെ കൃത്യതയിൽ വലിയ ടവർ ഭാഗങ്ങൾ മുകളിലേക്ക് ഉയർത്തി കൃത്യമായി യോജിപ്പിക്കുക എന്നതാണ് എഞ്ചിനീയർമാരുടെ പ്രധാന വെല്ലുവിളി. ടവറിന് മുകളിലാണ് മുഴുവൻ സിസ്റ്റത്തിന്റെയും പ്രധാന ഭാഗമായ നസൽ സ്ഥിതി ചെയ്യുന്നത്. 1500-ലധികം പ്രത്യേക ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്ന ഈ നസലിലാണ് ജനറേറ്റർ, ഗിയർബോക്സ്, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റങ്ങൾ എന്നിവ അടങ്ങിയിരിക്കുന്നത്. കാറ്റ് വീശുന്ന ദിശയ്ക്കനുസരിച്ച് തിരിയാൻ സഹായിക്കുന്ന ഒരു യാവ് സിസ്റ്റം വഴിയാണ് ഇത് ടവറുമായി ബന്ധിപ്പിച്ചിരിക്കുന്നത്. ഇത് നസലിനെയും അതിലെ ബ്ലേഡുകളെയും കാറ്റിന്റെ ദിശയിലേക്ക് തിരിയാൻ സഹായിക്കുന്നു. നസൽ വളരെ ഭാരമേറിയ ഒന്നാണ്. അടുത്തിടെ പുറത്തിറങ്ങിയ 15 മെഗാവാട്ട് മോഡലിന് 800 ടണ്ണിലധികം ഭാരമുണ്ട്. വലിയ ക്രെയിനുകളും വയറുകളും ഉപയോഗിച്ചാണ് ഇത് മുകളിലേക്ക് ഉയർത്തുന്നത്.
കാറ്റാടിയന്ത്രങ്ങൾ രണ്ടു തരത്തിലുണ്ട്: പൊന്തിക്കിടക്കുന്നവയും ഫ്ലോട്ടിംഗ്, കടലിൽ ഉറപ്പിച്ചു നിർത്തിയവയും റൂട്ടഡ്. പൊന്തിക്കിടക്കുന്ന കാറ്റാടിയന്ത്രങ്ങൾ അടിസ്ഥാനപരമായി വെള്ളത്തിൽ പൊന്തിക്കിടക്കുന്ന തറകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. നീളമുള്ള ശക്തമായ സ്റ്റീൽ കയറുകൾ ഉപയോഗിച്ച് കടലിന്റെ അടിത്തട്ടിലേക്ക് ബന്ധിപ്പിച്ചിരിക്കുന്ന ബോട്ടുകളാണ് ഇവ. പൊന്തിക്കിടക്കുന്നവ പൂർണ്ണമായും കുറ്റമറ്റതല്ലെങ്കിലും കടലിന്റെ അടിത്തട്ടിൽ 80 മീറ്റർ നീളമുള്ള 1000 ടൺ ഭാരമുള്ള മോണോപൈൽസ് അടിച്ചിറക്കുന്ന രീതിയെ അപേക്ഷിച്ച് കടൽജീവികൾക്ക് കുറഞ്ഞ പ്രയാസമേ ഉണ്ടാക്കുന്നുള്ളൂ. വറ്റാത്ത ഹൈഡ്രോളിക് ചുറ്റികകൾ ഉപയോഗിച്ച് നടത്തുന്ന ഈ നിർമ്മാണം വെള്ളത്തിനടിയിൽ 210 ഡെസിബൽ ശബ്ദമുണ്ടാക്കുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് പ്രാദേശിക സീലുകൾക്കും പോർപോയിസുകൾക്കും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഈ മോണോപൈലുകൾ കടലിലെത്തിക്കാൻ വലിയ ബോട്ടുകളുടെ നിര തന്നെ ആവശ്യമാണ്. ചെറിയ ടഗുകൾ മുതൽ വെള്ളത്തിനു മുകളിലേക്ക് സ്വയം ഉയർന്നുനിന്ന് ജോലി ചെയ്യാൻ സഹായിക്കുന്ന സീജാക്കിംഗ് കപ്പലുകൾ വരെ ഇതിനായി ഉപയോഗിക്കുന്നു. ഒരു വലിയ സ്റ്റീൽ വടി പോലെയുള്ള ഈ മോണോപൈൽ കടലിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ അതിനു മുകളിൽ ഒരു ട്രാൻസിഷണൽ പീസ് ഘടിപ്പിക്കുന്നു. 30 മീറ്റർ വരെ നീളമുള്ള ഈ ഭാഗം മോശം കാലാവസ്ഥയിലും ബോട്ടുകൾ കെട്ടിയിടുന്നത് വ്യക്തമായി കാണാൻ സാധിക്കുന്ന രീതിയിൽ തെളിച്ചമുള്ള നിറങ്ങളിലാണ് നൽകിയിരിക്കുന്നത്. മോണോപൈലുമായി ബന്ധിപ്പിച്ച ശേഷം സിമന്റ് മിശ്രിതം നിറയ്ക്കുന്ന ഈ ട്രാൻസിഷണൽ പീസിന്റെ മറ്റൊരു പ്രധാന ജോലി കാറ്റാടിയന്ത്രം നേരെ നിൽക്കാൻ സഹായിക്കുക എന്നതാണ്. അടിത്തറ സജ്ജമായി കഴിഞ്ഞാൽ ടവർ നിർമ്മിക്കാനുള്ള സമയമായി. ഫാക്ടറിയിൽ വെച്ച് വളച്ചെടുത്ത് വെൽഡ് ചെയ്ത 8 മീറ്റർ വരെ വ്യാസമുള്ള വലിയ സ്റ്റീൽ ഷീറ്റുകൾ ഭാഗങ്ങളായാണ് നിർമ്മാണ സ്ഥലത്ത് എത്തിക്കുന്നത്. ടവർ മുഴുവനായി ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയില്ല എന്നതിനാൽ നിർമ്മാണ സ്ഥലത്ത് വച്ച് ഓരോ ഭാഗങ്ങളായി അടുക്കിവയ്ക്കുകയാണ് ചെയ്യുന്നത്. ക്രെയിൻ ഉപയോഗിച്ച് ഓരോ ഭാഗമായി മുകളിലേക്ക് ഉയർത്തിവെച്ച് ടവർ നിർമ്മിക്കുന്നു. ഭൂനിരപ്പിൽ നിന്നും 30 മീറ്റർ മുകളിലുള്ള കാറ്റിന്റെ മികച്ച ഒഴുക്കുള്ള ഭാഗത്തേക്ക് കാറ്റാടിയന്ത്രത്തെ എത്തിക്കുക എന്നതാണ് ടവറിന്റെ ജോലി. ഇവിടെ കാറ്റിന്റെ തടസ്സങ്ങൾ കുറവായിരിക്കും. കാറ്റുള്ള സ്ഥലങ്ങളിൽ കേവലം മില്ലിമീറ്ററുകളുടെ കൃത്യതയിൽ വലിയ ടവർ ഭാഗങ്ങൾ മുകളിലേക്ക് ഉയർത്തി കൃത്യമായി യോജിപ്പിക്കുക എന്നതാണ് എഞ്ചിനീയർമാരുടെ പ്രധാന വെല്ലുവിളി. ടവറിനു മുകളിലാണ് മുഴുവൻ സിസ്റ്റത്തിന്റെയും പ്രധാന ഭാഗമായ നസൽ സ്ഥിതി ചെയ്യുന്നത്. 1500-ലധികം പ്രത്യേക ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്ന ഈ നസലിലാണ് ജനറേറ്റർ, ഗിയർബോക്സ്, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റങ്ങൾ എന്നിവ അടങ്ങിയിരിക്കുന്നത്. കാറ്റ് വീശുന്ന ദിശയ്ക്കനുസരിച്ച് തിരിയാൻ സഹായിക്കുന്ന ഒരു യാവ് സിസ്റ്റം വഴിയാണ് ഇത് ടവറുമായി ബന്ധിപ്പിച്ചിരിക്കുന്നത്. ഇത് നസലിനെയും അതിലെ ബ്ലേഡുകളെയും കാറ്റിന്റെ ദിശയിലേക്ക് തിരിയാൻ സഹായിക്കുന്നു. നസൽ വളരെ ഭാരമേറിയ ഒന്നാണ്. അടുത്തിടെ പുറത്തിറങ്ങിയ 15 മെഗാവാട്ട് മോഡലിന് 800 ടണ്ണിലധികം ഭാരമുണ്ട്. വലിയ ക്രെയിനുകളും വയറുകളും ഉപയോഗിച്ചാണ് ഇത് മുകളിലേക്ക് ഉയർത്തുന്നത്. കടലിൽ ശക്തമായ കാറ്റുകൊണ്ട് നസലിനുണ്ടാകുന്ന അടിയുലച്ചിലിനേക്കാൾ വലിയ വെല്ലുവിളി അടിയിലെ തിരമാലകൾ കാരണം ടവറിനുണ്ടാകുന്ന കമ്പനങ്ങളാണ്, ഓസിലേഷൻസ്. അതിനാൽ കൃത്യമായ ഗണിതശാസ്ത്രപരമായ മോഡലിംഗും ട്യൂൺഡ് മാസ് ഡാമ്പേഴ്സ് പോലുള്ള സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ചാണ് ഈ പ്രശ്നം പരിഹരിക്കുന്നത്. നിർമ്മാണ സ്ഥലത്ത് എത്തുന്നതിനു മുമ്പ് തന്നെ നസലിന്റെ ഭൂരിഭാഗവും ഫാക്ടറിയിൽ വെച്ച് തയ്യാറാക്കുന്നു. ഇത് ഘടിപ്പിച്ച് ഫൈബർ ഗ്ലാസ് ഉപയോഗിച്ച് മൂടിയ ശേഷം ബ്ലേഡുകൾ ഘടിപ്പിക്കാം. എഞ്ചിനീയർമാർ സാധാരണയായി 3 ബ്ലേഡുകളുള്ള കാറ്റാടിയന്ത്രങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത്. ഇരട്ട സംഖ്യയിലുള്ള ബ്ലേഡുകൾ ആടിയുലച്ചിലിനും വേഗത്തിൽ തേയ്മാനം സംഭവിക്കാനും കാരണമാകുന്നു. തിയറിപരമായി 1 ബ്ലേഡോ അല്ലെങ്കിൽ 9 ബ്ലേഡുകളോ ഉപയോഗിക്കാം. എന്നാൽ പ്രായോഗികമായി 3 ബ്ലേഡുകളാണ് ഏറ്റവും അനുയോജ്യം. 100 മീറ്ററിലധികം നീളമുള്ള ഈ ബ്ലേഡുകൾ മുൻപ് അലുമിനിയം കൊണ്ടാണ് ഉണ്ടാക്കിയിരുന്നതെങ്കിൽ ഇപ്പോൾ ഭാരം കുറയ്ക്കാനായി ഫൈബർ ഗ്ലാസ് ആണ് ഉപയോഗിക്കുന്നത്. 150 മീറ്റർ ഉയരത്തിൽ വച്ച് 55 ടൺ ഭാരമുള്ള ഒരു വലിയ ബ്ലേഡ് കാറ്റിൽ ആടിയുലയാതെ കൃത്യമായി ഘടിപ്പിക്കുക എന്നത് വളരെ പ്രയാസമേറിയ ജോലിയാണ്. ഈ വെല്ലുവിളി നേരിടാൻ എഞ്ചിനീയർമാർ ബ്ലേഡ് ഡ്രാഗൺ, ബൂംലോക്ക് തുടങ്ങിയ പുതിയ സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇവ ബ്ലേഡുകളെ കൂടുതൽ ദൃഢമായി പിടിക്കാനും ക്രെയിനിന്റെ ചലനങ്ങൾ കുറയ്ക്കാനും സഹായിക്കുന്നു. ഇത് നിർമ്മാണം കൂടുതൽ വേഗത്തിലും ചെലവ് കുറഞ്ഞതുമാക്കുന്നു. ഇന്നത്തെ കാലത്ത് ഒറ്റ ദിവസം കൊണ്ട് ടവർ ഉയർത്തി നസലും ബ്ലേഡുകളും ഘടിപ്പിക്കാൻ സാധിക്കും. കാറ്റാടിയന്ത്രങ്ങളുടെ ഉയരം കൂടുന്തോറും നിർമ്മാണവും സങ്കീർണമാകുന്നു. കടലിൽ ക്രെയിനുകൾ ഉപയോഗിക്കുന്നതിന് പരിധികളുണ്ട്. അതിനാൽ മാമോയിറ്റ് പോലുള്ള കമ്പനികൾ WTA 250 പോലുള്ള പുതിയ തരം ക്രെയിനുകൾ വികസിപ്പിച്ചിട്ടുണ്ട്. ഇവ ടവറിലേക്ക് തന്നെ ഘടിപ്പിച്ച് മുകളിലേക്ക് ഉയരാൻ സാധിക്കുന്നവയാണ്. ഇതിനകം തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും AI അത്യാധുനിക സോഫ്റ്റ്വെയറുകളും ഉപയോഗിച്ചാണ് അടുത്ത തലമുറയിലെ കാറ്റാടിയന്ത്രങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നത്. അതിനാൽ ഈ രംഗത്ത് പഠിക്കാൻ താൽപ്പര്യമുള്ള ചെറുപ്പക്കാർക്ക് വലിയ അവസരങ്ങളാണുള്ളത്. ഈ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുക.